എങ്ങനെയാണ് ഈ ഒരു നാട്ടിന് പുറത്ത്, പ്രത്യേകിച്ചും കാസർഗോഡ് എന്നുള്ള ഒരു ഉൾനാട്ടിൽ നിന്ന് എത്തിയിട്ട് ഇങ്ങനെ സിനിമാ മേഖലയൊക്കെ കൈയടക്കാൻ സാധിക്കുന്നത്? അതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണ്? പ്രത്യേകിച്ചും ശ്രീവിദ്യ കുറേ ആളുകൾക്ക് ഇൻസ്പിറേഷനാണ്. കാരണം ഇങ്ങനെ സിനിമാ മോഹം കൊണ്ട് നടക്കുന്ന നാട്ടിൻ പുറത്തുള്ള പെൺകുട്ടികളൊക്കെ സംബന്ധിച്ച് ശ്രീവിദ്യയൊക്കെ കാണുമ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാവും, ഞങ്ങൾക്കും ശ്രീവിദ്യയെ പോലെയൊക്കെ ആവാൻ സാധിക്കുമെന്നൊക്കെ തോന്നും അല്ലേ? അങ്ങനെ കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ജേർണി അങ്ങനെ ഭയങ്കര ഈസി ഒന്നും അല്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഒരച്ഛനും എൻ്റെ അച്ഛനെ പോലെ ഒരു അച്ഛനും അമ്മയും ഏട്ടനും, ഇപ്പം എനിക്ക് ഏട്ടത്തിയും വേണ്ട, ഇവരെ പോലെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ എന്തും നേടാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഇതേപോലെ സിനിമയിലേക്കാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ തളർത്താൻ ഒരുപാട് പേരുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലുണ്ടായിരുന്നത് തളർത്താനായിരുന്നു. കാരണം അവർക്കും ചിലപ്പോൾ പേടിയായിരിക്കും. അതായത് നമുക്ക് സിനിമ എന്താന്ന് പോലും തിയേറ്ററിൽ പോയി സിനിമ കാണാത്ത ആൾക്കാർ പോലും എൻ്റെ ഏട്ടൻ്റെ അടുത്തൊക്കെ ഒരുപാട് ഉപദേശം നൽകിയിട്ടുണ്ടായിരുന്നു, പെങ്ങളെ സിനിമയിലേക്ക് വിടുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളത്. പക്ഷേ എന്നെ വിശ്വാസമായിരിക്കാം, എൻ്റെ കഴിവുള്ള വിശ്വാസമായിരിക്കാം, ഞാൻ സന്തോഷമായിട്ടിരിക്കണം എന്ന ആഗ്രഹത്തിലായിരിക്കാം എൻ്റെ വീട്ടുകാർ, അതായത് എൻ്റെ കൂടെ അങ്ങ് നിന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പള എന്നുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. ഒരുപാട് കലാകാരന്മാരുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയപ്പെടാൻ ഒരുപാട് എന്താണ് ലൈക്ക് അറിയപ്പെടേണ്ട ഒരു നാടാണ് എൻ്റെ നാട്. അത്രയും കലാകാരന്മാരുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. കുഞ്ഞുനാൾ മുതൽ അവിടുത്തെ ക്ലബിലൊക്കെ ഡാൻസ് പഠിപ്പിക്കുക, എല്ലാ വീട്ടിലെ പിള്ളേരും ഡാൻസിന് പോവും, എല്ലാ പിള്ളേരും കലാപരിപാടികൾ ചെയ്യും. അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടെ ഒരു ധൈര്യം ഉണ്ടായത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ നാട്ടിൽ നിന്ന് കാസർഗോഡ് ടൗണിലേക്ക് ബന്ധിപ്പിക്കുന്ന പാലം വരുന്നത്. അതുവരെ തോണിയിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മൾ. അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് ഇപ്പം നാട്ടിലെ പിള്ളേരൊക്കെ വന്നിട്ട് പറയും, ചേച്ചി നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ശ്രീവിദ്യ ചേച്ചിയുടെ നൈബേഴ്സ് ആണെന്ന്. അങ്ങനെ ഒരാളിങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പറയും, സ്കൂളിലൊക്കെ ഉള്ള കുട്ടികൾ, ഭയങ്കര സന്തോഷമാണ്. ഒരാൾക്ക് നമുക്ക് പോകാൻ പറ്റും പിറകെ. ഇപ്പം നാളെ എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്നെക്കാളും വലിയ ഉയരങ്ങളിൽ എത്തുമായിരിക്കും. അപ്പം ഞാൻ അതിന് ചെറിയൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമാണ് എനിക്ക്.